ഷാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകരെയും പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഡോക്ടർ ടൈറ്റസ് പീറ്ററിനെയും കുടുംബത്തെയുമാണ്. അവരുടെ ഇവിടുത്തെ ജീവിതം, അതോടൊപ്പം തന്നെ അവരുടെ പഠന കാലഘട്ടങ്ങൾ, അവർ ഈ അടുത്ത ദിവസങ്ങളിൽ പല ഡോക്ടേഴ്സ് ഒന്നിച്ചു ചേർന്ന് ഒരു കലാസൃഷ്ടി, ഒരു സിനിമ രൂപീകരിച്ചിരിക്കുന്നു. ഇങ്ങനെ പല അവരുടെ വിശേഷങ്ങളെ കേൾക്കാൻ വേണ്ടി എല്ലാ പ്രേക്ഷകരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ഡോക്ടറെ. ഡോക്ടർ ടൈറ്റസ് പീറ്റർ, നാട് അതുപോലെ തന്നെ കുടുംബം ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ നാട് പള്ളിക്കര എന്ന് പറയും. അതായത് വീഗാലാൻഡ് എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ്. കാക്കനാട് അടുത്തുള്ള വീഗാലാൻഡിൻ്റെ അടുത്താണ് എൻ്റെ നാട്. ഞങ്ങൾ 2 മക്കളാണ്. ജോഷുവ എൻ്റെ അനിയൻ, അദ്ദേഹം ഇവിടെ തന്നെയുണ്ട്, അലയിലുണ്ട്. എൻ്റെ ഫാദർ പ്രീസ്റ്റാണ്, ജാക്കോബായ സഭയിൽ ഫാദർ പീറ്റർ എല്ലിമൂട്ടിൽ. അദ്ദേഹം അധ്യാപകനായിരുന്നു, റിട്ടയർഡായി. മദറും ഏലിയാമ്മ, മദറും ടീച്ചറായിരുന്നു, ഇപ്പോൾ റിട്ടയറായി. ഞങ്ങൾ 2 മക്കളും UAE തന്നെയാണിപ്പോൾ. ഓക്കെ, കുടുംബത്തെ ഡോക്ടർ ഒരു പ്രത്യേക പേരാണ് ഡോക്ടർ സ്മൈലി. ആ പേരും വളരെ ശ്രദ്ധേയമാണ്. ഡോക്ടറിനെ ഒന്ന് പരിചയപ്പെടുത്തും. എൻ്റെ പേര് സ്മൈലി. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നാട്ടിൽ നെടുമ്പാശ്ശേരിയാണ്. ഞങ്ങൾ 2 മക്കളാണ്. അനിയത്തി രശ്മി ഇവിടെയുണ്ട്, ദുബായി തന്നെയുണ്ട്. ഫാദർ ഷെവലിയാർ കുഞ്ഞുമോൻ പാറയ്ക്കൽ ഷെവലിയാറാണ്. മദർ ഹൗസ് വൈഫാണ്. ഫാദറിനോട് ബിസിനസ്സായിരുന്നു, ഇപ്പോഴും ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നു. സിസ്റ്ററിനോട് കൂടെയാണ്, 2 പേരും കൂടെയാണ് ബിസിനസ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, മക്കളെ പറ്റിയും കൂടെ നിങ്ങളുടെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്തും. 2 മക്കൾ. മൂത്തയാൾ മകള് ഏഞ്ചലിസ. അവളിപ്പോൾ ബാംഗ്ലൂരിൽ BBAക്ക് ജോയിൻ ചെയ്തു ഈ വർഷം. മകൻ പീറ്റർ ടൈറ്റസ് ഇപ്പോൾ +1 ദുബായി തന്നെ പഠിക്കുന്നു. ഞാൻ പീറ്റർ ടൈറ്റസ് മോനിലേക്ക് വരികയാണ്. ഇവിടെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ഒന്ന് പറയാമോ? ഞാനിവിടെ ജെംസ് ന്യൂ മിലേനിയം സ്കൂൾ അൽ ഖീലിലാണ്. 11th സ്റ്റാൻഡേർഡാണ്, കൊമേഴ്സ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. വെരി ഗുഡ്. ഏറ്റവും ശ്രദ്ധേയമായിട്ട് എനിക്ക് തോന്നുന്നത് 2 പേരും ദന്തൽ ഡോക്ടർമാരാണ് അല്ലേ? അത് എന്താണ് ആ ഫീൽഡ് തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം? അല്ലെങ്കിൽ അത് പ്രൊഫഷണലി ഇഷ്ടപ്പെട്ടത് കൊണ്ടാണോ, അതെയോ ഏറ്റവും സിമ്പിളായിട്ടാണോ? എന്താണ് ആ പ്രൊഫഷനെ ഇത്ര സ്നേഹിച്ചത്? സത്യസന്ധമായി അതിനൊരു ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ ഈ BDS ഫസ്റ്റ് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷനിൽ കണ്ടുവർക്കും. പക്ഷേ ഗ്രാജുവേഷന് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ BDSനെ കുറിച്ചൊന്നും കാര്യമായ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു ഡോക്ടർ ആവണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ചെറുപ്പം മുതലേ നമ്മളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ MBBS ജോയിൻ ചെയ്യാനുള്ളൊരു ഒരു സാമ്പത്തിക ശേഷിയില്ലായ്മയും ഒരു ധൈര്യക്കുറവൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് BDSന് ഞാൻ ജോയിൻ ചെയ്തത്. പക്ഷെ അതിന് ശേഷം പോസ്റ്റ് ഗ്രാജുവേഷനിലേക്ക് വന്നപ്പോഴേക്കും നമുക്ക് നമ്മുടേതായ വ്യക്തമായ ധാരണകളുണ്ടായിരുന്നു. ഇന്ന വിഭാഗം എടുക്കണം. അപ്പോൾ ഞാനെടുത്തിരിക്കുന്നത് മാക്സിലോഫേഷ്യൽ സർജറി, അതായത് മുഖസൗന്ദര്യ ശസ്ത്രക്രിയ വിഭാഗമാണ് എൻ്റേത്. അപ്പോൾ കുറച്ച് സൗന്ദര്യത്തോടും ഇങ്ങനെയുള്ള കലയോടൊക്കെ ഒരു താല്പര്യം ഉള്ളതുകൊണ്ട് ഞാൻ ആ ഫീൽഡ് സെലക്ട് ചെയ്തു. ഞങ്ങൾ 2 പേരും ഒരുമിച്ചാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത്. കാരണം മാരേജിന് ശേഷമാണ് പോസ്റ്റ് ഗ്രാജുവേഷന് പോയത്. ഇപ്പോൾ വൈഫായാലും എടുത്തിരിക്കുന്ന പ്രോസ്തഡോണ്ടിക്സ് എന്ന് പറയും, അത് പല്ല് വയ്ക്കുന്നതിൻ്റെയൊക്കെ. അപ്പോൾ ഞങ്ങൾ 2 പേരും ഇഷ്ടപ്പെട്ട് ആലോചിച്ച് എടുത്തതാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ. അതിലിഷ്ടങ്ങളുണ്ട്. വളരെ മനോഹരമായ ഒരു വേടൊക്കെ ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന മുഖസൗന്ദര്യമൊക്കെ കൂട്ടുന്നതിനുള്ള സംവിധാനങ്ങൾ പഠിക്കുക, അതിനോട് ഇഷ്ടമുണ്ടായിരുന്നുകൊണ്ടാണ്. വളരെ സന്തോഷം അത് കേട്ടിട്ട്. പിന്നെ പറഞ്ഞിടത്തുനിന്ന് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി, അപ്പൻ ഒരു പുരോഹിതനായിരുന്നു. അപ്പോൾ പൗരോഹിത്യത്തിൻ്റെ സ്ട്രിക്ട്നെസ് അല്ലെങ്കിൽ അതിൻ്റെ ആത്മീയത ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ചെറുപ്പത്തിൽ തീർച്ചയായിട്ടും കണ്ടിട്ട് കാണും. എന്തായിരുന്നു ബാല്യകാലം? അപ്പോൾ കൃത്യമായ ചിട്ടകളോടുകൂടി ദേവാലയമോ അല്ലെ ശുശ്രൂഷകളോ ഒക്കെ കണ്ട് വളർന്നതിൻ്റെ നന്മകൾ അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടോ? അതിനെപ്പറ്റി കൂടി ഒന്ന് പറയും. എൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ നമ്മൾ സ്ഥിരം പള്ളിയിൽ പോകുന്നൊരു ഫാമിലി തന്നെയായിരുന്നു. എൻ്റെ ഫാദർ പ്രീസ്റ്റാണ്. അതിനേക്കാൾ ഉപരി എൻ്റെ മദറിൻ്റെ ഫാമിലി, എൻ്റെ ചാച്ചൻ, മമ്മിയുടെ ബ്രദർ, അദ്ദേഹം ഇപ്പോൾ ഇന്ന് ജീവനോടെ ഇല്ല, പ്രൊഫസർ KT തോമസ് എന്ന് പറയും. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പ്രാസംഗികനായിരുന്നു അദ്ദേഹം. ഞങ്ങളുടെ യാക്കോബായ സഭയിലെ സൺഡേ സ്കൂൾ പുസ്തകങ്ങളൊക്കെ അദ്ദേഹമാണ് എഴുതിക്കൊണ്ടിരുന്നത്. ഈവൻ ഷാലോമിലും പണ്ട് കാലത്ത് പലപ്പോഴും അദ്ദേഹം വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ പുത്തൻകുരിശ് ഒരു സുവിശേഷ യോഗമുണ്ട്, വലിയ പ്രസിദ്ധമായ
അതിൻ്റെ ആദ്യത്തെ ജനറൽ കൺവീനർ വർഷങ്ങളോളം 10 വർഷത്തോളം അദ്ദേഹമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഫാമിലി ട്രെൻഡ് നമുക്കുണ്ട്. പിന്നെ ഫാദറും ഒരു പ്രാസംഗികനായിരുന്നു, പള്ളിയിൽ എല്ലാം വളരെ ആക്റ്റീവായിരുന്നു. എൻ്റെ അനിയൻ മദ്ബഹയിലുണ്ടായിരുന്നു, ഞാൻ മദ്ബഹയിൽ കയറിയിട്ടില്ല. പക്ഷേ സൺഡേ സ്കൂൾ അധ്യാപകനും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ആ കാലഘട്ടം കടന്നുപോയി. പിന്നെ പ്രായമായി കഴിഞ്ഞപ്പോൾ ഞാൻ ടീച്ചിങ്ങിലായിരുന്നു കുറേ വർഷത്തോളം. BDS MDS കഴിഞ്ഞിട്ട് ടീച്ചിങ്ങിൽ 12 വർഷത്തോളം ഞാൻ ടീച്ചിങ്ങിലായിരുന്നു. ഞങ്ങളുടെ തന്നെ സഭയുടെ ഒരു ഡെൻ്റൽ കോളേജ് ഉണ്ട്, സെൻറ്റ് ഗ്രിഗോറിയോസ് എന്ന് പറയുന്ന കോതമംഗലത്ത്. അവിടുത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്, അവിടുത്തെ വൈസ് പ്രിൻസിപ്പളുമായിരുന്നു ഞാൻ 12 വർഷം. അപ്പോൾ ആ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ ഞങ്ങളുടേതായ കുടുംബ യൂണിറ്റുകളിലൊക്കെ പ്രസംഗിക്കാനൊക്കെ പോകാറുണ്ട്. അപ്പോൾ അത്യാവശ്യം ഈ സുവിശേഷവും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ വൈഫായാലും മാരേജ് കഴിഞ്ഞപ്പോൾ വൈഫിൻ്റെ ഫാമിലി അതുപോലെ തന്നെ പറഞ്ഞല്ലോ ഷെവലിയാർ ഫാമിലി എന്നാണ്. അവരും പള്ളിയുമായിട്ട് വളരെ അടുത്ത് ഇടപഴകിയ ഫാമിലികളാണ്. അപ്പോൾ അങ്ങനെ ഒരു ജീവിതമാണ്. വിശ്വാസത്തെ നിലനിർത്താൻ നമുക്ക് തീർച്ചയായിട്ടും അതെല്ലാം കാരണമായിട്ടുണ്ട്. വളരെ സന്തോഷം അത് കേട്ടതിൽ. ഏത് പ്രൊഫഷനാണേലും എന്ത് ജോലി ചെയ്താലും ലോകത്തിൽ എവിടെയാണേലും നമ്മുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ വലിയ നേട്ടം തന്നെയാണ്. തീർച്ചയായും ആയിട്ട് ഞാൻ ഡോക്ടറിലേക്ക് വരികയാണ്. ഒരു ഷെബലിയാർ എൻ്റെ അറിവനുസരിച്ചാണെങ്കിൽ സഭയ്ക്ക് വേണ്ടി വളരെയധികം അധ്വാനിക്കുകയും സഭ അത്രയധികം അധ്വാനത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ് ഷെവലിയാർ പട്ടം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നപ്പോൾ വീട്ടിലെ ഒരു ആധ്യാത്മിക ഇടപാടുകൾ, അല്ലെങ്കിൽ അവിടെ വരുന്ന അനേകം മനുഷ്യർ ചിലപ്പോൾ വരാം, പ്രാർത്ഥനകൾ കാണും. എന്തായിരുന്നു ചെറുപ്പത്തിൽ കണ്ട ആ വീട്ടിലെ വിശ്വാസത്തിൻ്റെ പ്രവർത്തനങ്ങൾ? ഞാൻ ചെറുപ്പത്തിലായിരുന്നപ്പം ഇവിടെ ഷാർജ പള്ളി, അത് അങ്ങനെ ആ ഒരു പള്ളി ഇല്ല അന്ന് നമ്മൾ ഒരു ഹോള് റെൻറ്റിനെടുത്ത് നടത്തുകയാണ് ആ പള്ളി. അപ്പോൾ ആ പള്ളിയിൽ ആണ് ഞങ്ങളൊക്കെ ആദ്യം പോയിക്കൊണ്ടിരുന്നത്. അന്ന് സൺഡേ സ്കൂളും ഇല്ല. അപ്പം സൺഡേ സ്കൂളോ ഒരു പള്ളിയോ ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. ആ കാലഘട്ടത്താണ് ഷാർജ ഷെയ്ഖ് സമ്മതിച്ചിട്ട് നമുക്ക് ആദ്യമായിട്ടൊരു പള്ളി പണിയാനായിട്ടുള്ളൊരു പെർമിഷൻ കിട്ടുന്നത്, അനുമതി കിട്ടുന്നതും ഒക്കെ. ആ സമയത്ത് പപ്പയായിരുന്നു അന്നത്തെ സെക്രട്ടറി. അപ്പോൾ ആ പള്ളി പണിയാനും അതിൻ്റെ പ്രവർത്തനത്തിനെല്ലാം ഒരുക്കിയതും ഒത്തിരി അതിന് ഒത്തിരി പ്രവർത്തിക്കാൻ പറ്റി പപ്പയ്ക്ക്. അപ്പം അത് അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. മീൻസ് നമുക്ക് എന്തുമാത്രം പള്ളിയായിട്ട് അടുത്ത് നിന്ന് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഒരു സാഹചര്യം. ഇപ്പോൾ സൺഡേ സ്കൂളിൽ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ സൺഡേ സ്കൂളിൽ എനിക്ക് പോകാനൊരു അവസരം കിട്ടിയിട്ടില്ല. കാരണം ഞാൻ വന്നപ്പോഴേക്കും സൺഡേ സ്കൂൾ, എൻ്റെ കാലഘട്ടത്തിൽ സൺഡേ സ്കൂൾ ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പള്ളി സൺഡേ സ്കൂൾ തുടങ്ങിയത്. അപ്പോൾ പക്ഷേ അതും എന്നാലും നമുക്ക് ആത്മീയതയിലൊരു കുറവ് വന്നിട്ടില്ല ഒരിക്കലും. ഓക്കെ, ഇപ്പോൾ പറഞ്ഞതിൽ ഏറ്റവും സന്തോഷം തോന്നിയത് ഇവിടെയാണ് ജനിച്ചു വളർന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ മണലാരണ്യത്തിൽ വിശ്വാസം നമ്മളെ നിലനിർത്തുന്നതിന് വേണ്ടി, ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമുക്ക് ഈ ദേവാലയമൊക്കെ അനുവദിച്ച് തന്ന രാജാക്കന്മാരെയും ഇവിടെ നമ്മൾ നന്ദിയോടെ ഓർക്കുകയാണ്. അപ്പോൾ ആ ഒരു ദേവാലയത്തിന് അനുമതി കിട്ടിയപ്പോൾ തീർച്ചയായിട്ടും അത് പണിത് തീർക്കണമെങ്കിൽ, എനിക്കറിയാം ഈ മറ്റ് അപ്പസ്തോലിക സഭകളിലെ സെക്രട്ടറിമാർ എന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കൃത്യമായിട്ട് ആ ദൗത്യം പൂർത്തീകരിച്ച് ദേവാലയം പണിത് ആ ദേവാലയത്തിനോടുള്ള കാര്യങ്ങളെല്ലാം കൃത്യത പാലിച്ചുകൊണ്ടാണ് തീർച്ചയായിട്ടും ഷെവലിയാർ പട്ടം നൽകി സഭ പപ്പായെ അനുഗ്രഹിച്ചെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ആ സമയത്തൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നു, തിരക്കുകളുണ്ടായിരുന്നു. അമ്മ നിങ്ങളെയൊക്കെ വളർത്തുന്നതിന്, അതായത് ഈ പള്ളിയോട് ചേർന്ന് നിൽക്കുമ്പം ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ വളരെയധികം തിരക്കുകളുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ അതൊക്കെ വീട്ടിൽ എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്തത്? അത് നിങ്ങൾക്കൊരു വിഷമമായിട്ട് തോന്നിയിട്ടുണ്ടോ, അതോ അഭിമാനമായിട്ട് തോന്നിയിട്ടുണ്ടോ? അതിനെപ്പറ്റി കൂടെ ഒന്ന് പറയും. ഫാദർ ഒരു ബിസിനസ്മാൻ ആയിരുന്നു. പക്ഷേ അറ്റ് ദ സെയിം ടൈം ആധ്യാത്മികയിലും ഒരുമിച്ചാണ്. എന്ത് ഇതുണ്ടെങ്കിലും ഫ്രൈഡേ അത് മാറ്റി വെച്ചിട്ട് തന്നെയാണ് ബാക്കി. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു മിസ്സിങ് ഇതുവരെ തോന്നിയിട്ടില്ല. മാത്രമല്ല മമ്മിയും ഭയങ്കര ആക്റ്റീവായിരുന്നു വനിതാ സമാജത്തിലൊക്കെ ആയിട്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഞാനും അപ്പം അതിനകത്ത് അതിലൂടെയാണ് വളർന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു നമ്മളെ ഒരു രീതിയിലും നെഗറ്റീവായിട്ടല്ല ബാധിച്ചിരിക്കുന്നത്. മിസ്സിങ്ങോ അങ്ങനെയൊന്നും എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. അതിനോട് ചേർന്ന് കൂടെ അങ്ങ് പോവായിരുന്നു എന്നുള്ളതാണ് എൻ്റെ. അതാണ് ശരിക്കും അഭിമാനത്തോടെ ഓർക്കുന്നില്ലേ. വളരെ സന്തോഷമാണ് അത് കേൾക്കാൻ. കാരണം ഇന്ന് ദേവാലയത്തോട് ചേർന്ന് നിന്ന് പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് സമയമില്ലെന്ന് പറയുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ജോലിയും കുടുംബവും
ദേവാലയ ശുശ്രൂഷയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയിരുന്നു എന്ന് വർഷങ്ങൾക്ക് ശേഷം മക്കൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ പ്രോഗ്രാമൊക്കെ കാണുന്ന എല്ലാവർക്കും തരുന്നൊരു സന്ദേശവും ഇതാണ്: നമ്മൾ ദൈവം തന്ന സമയത്തെ ഇതിനെല്ലാം വേണ്ടി ഭംഗിയായിട്ട് ക്രമീകരിച്ചാൽ കുടുംബത്തിനും ഒന്നും സംഭവിക്കില്ല, അതുപോലെ തന്നെ ജീവിതത്തിൽ ബിസിനസ്സിനും ഒന്നും സംഭവിക്കില്ലെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ? തീർച്ചയായിട്ടും നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഈ ഡോക്ടറിലേക്ക് തിരിച്ചു വരികയാണ്. എവിടെയായിരുന്നു പഠനം? അതായത് മുമ്പേ പറഞ്ഞിരുന്നു ഇത് ശരിക്കും ഗ്രാജുവേഷൻ്റെയും MBBS കഴിഞ്ഞ് പിന്നീടുള്ള സ്പെഷ്യാലിറ്റി നിങ്ങൾ പ്ലാൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. എന്നാൽ പഠന കാലഘട്ടത്തെയും കൂടി ഒന്ന് പറയാമോ? എൻ്റെ സ്കൂളിംഗ് എല്ലാം മോറയ്ക്കാല പള്ളിക്കര സ്കൂളിലാണ്. എൻ്റെ വീടിനോട് ചേർന്നതാണ്. കാരണം എൻ്റെ മമ്മി അവിടെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. സ്കൂളിംഗ് കഴിഞ്ഞു. പ്രീ ഡിഗ്രി, അന്ന് പ്രീ ഡിഗ്രി ആണല്ലോ, അത് ഞാൻ ആലുവ UC കോളേജിലായിരുന്നു. അതിനുശേഷം ബാച്ചിലർ BDSന് വേണ്ടിയിട്ട് ഞാൻ കർണാടക സുള്ളിയ എന്ന സ്ഥലത്തെ പോയത്. ഈവൻ പോസ്റ്റ് ഗ്രാജുവേഷനും അതേ കോളേജിൽ തന്നെയാണ് എടുത്തത്. 2002 ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു. അതിനുശേഷം ഞാൻ മാർ ബസേലിയോസ് ഡെൻ്റൽ കോളേജിൽ ജോയിൻ ചെയ്തു. 2.5 വർഷം അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് സെൻറ്റ് ഗ്രിഗോറിയസ് ഡെൻ്റൽ കോളേജിൽ ജോയിൻ ചെയ്തു. അവിടെ 10-12 വർഷം ഉണ്ടായിരുന്നു. പിന്നീട് 2014 ഞങ്ങൾ ദുബായിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ദുബായിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോഴും ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. ഞങ്ങൾക്ക് കേരളം മറക്കാനൊരു ബുദ്ധിമുട്ടാണ്. കേരളമായിട്ട് വലിയൊരു അറ്റാച്ച്മെൻറ്റാണ്. അപ്പോൾ എനിക്ക് നാട്ടിൽ ക്ലിനിക്കുകളുണ്ട്. ഞങ്ങൾക്ക് ഒരു ചെയിൻ ഓഫ് ക്ലിനിക്സ് 4 ക്ലിനിക്കുകളുണ്ട് അവിടെ. അപ്പോൾ എല്ലാ മാസവും ഇവിടെ ഒരു 20 ദിവസവും അവിടെ ഒരു 10 ദിവസവും ഞാൻ പോയി നിൽക്കും. കൊറോണ വന്നപ്പോൾ കുറച്ചാൾ പോകാൻ കഴിഞ്ഞില്ല, പക്ഷേ വീണ്ടും അത് പോയി തുടങ്ങി. അപ്പോൾ അവിടെയും ക്ലിനിക്കുണ്ട്, ഇവിടെയും ഞങ്ങൾക്കിപ്പോൾ 2 ക്ലിനിക്കുണ്ട്. അപ്പോൾ എല്ലാം ഇതുവരെ ഭംഗിയായിട്ട് പോകുന്നു. പിന്നെ ഒരുപാട് കാശ് അങ്ങനെ ഒന്നും ഇല്ല, എന്നാലും ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ദൈവം നടത്തുന്നു എന്ന് പറയല്ലേ? അത് വളരെ സന്തോഷമാണ്. അപ്പോൾ അടുത്ത എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ മുഖം ഭംഗിയായിട്ട് നിലനിർത്തുക എന്നുള്ളത് മനുഷ്യരുടെ എല്ലാ ആഗ്രഹമാണ്. അപ്പം അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി പിന്നീട് എടുത്തു. അത് ഒരു പക്ഷേ വിഷമം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ എൻ്റെ മുഖം ശരിയല്ലെന്ന് ഓർത്ത് വന്ന ഒരു വ്യക്തിയുടെ മുഖം മനോഹരമായി തിരിച്ചുവിടാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ വരുമ്പോൾ അവരുടെ അനുഭവങ്ങളെപ്പറ്റി കേട്ടിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും. ചെറുപ്പം മുതലേ എനിക്ക് ഇച്ചിരി കലയുമായിട്ട് ഞാൻ വരയ്ക്കുകയായിരുന്നു ചെറുതായിട്ടൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ ഈ സൗന്ദര്യബോധം എന്നുള്ള സാധനം ഇല്ലെങ്കിൽ നമുക്ക് ഒരു കലയും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം നല്ല ചിരി ഒരു മനുഷ്യൻ്റെ മുഖത്തുണ്ടെങ്കിൽ അത് വലിയൊരു ആശ്വാസം അല്ലേ? നമുക്ക് കാണുമ്പോൾ, നന്നായിട്ട് ചിരിക്കുന്ന ആളുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ്. അപ്പോൾ പലപ്പോഴും ആളുകൾ ചിരിക്കാത്തതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് പല്ലിൻ്റെ പ്രശ്നമാണ്. നമ്മുടെ മുഖത്ത് പല്ലിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടായാൽ നമുക്ക് ചിരിക്കാൻ പറ്റില്ല, ഒരു അഭംഗി വരും. അപ്പോൾ അത് കറക്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതൊരു ആർട്ട് തന്നെയാണ്. ഞങ്ങളുടെ ഈ ഡെൻറ്റിസ്ട്രി തന്നെ പറയുന്നത് ആർട്ട് ആൻഡ് സയൻസ് എന്ന്. ആദ്യം ആർട്ടാണ്, പിന്നെ സയൻസ് വരുന്നുള്ളൂ. അപ്പോൾ അത് ഒരുപാട് പേരുണ്ട്. ഈവൻ എൻ്റെ ടീച്ചേഴ്സിൻ്റെ തന്നെ 1-2 ടീച്ചേഴ്സിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പേരൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചർ കാര്യമായിട്ടും ചിരിക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്ന് കാണുന്ന അന്നൊക്കെ ടീച്ചർ ചിരിക്കാതെ നടക്കുകയുള്ളൂ. അപ്പോൾ ഒരിക്കൽ ടീച്ചർക്ക് 60 വയസ്സായപ്പോൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചു, എന്താ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരു മാർഗ്ഗം അതിന് പറഞ്ഞു കൊടുത്തു. പല്ലുകളെ ഒന്ന് ക്രമീകരിച്ച് റെഡിയാക്കാമെന്ന്. ടീച്ചർ ആദ്യം വിശ്വസിച്ചില്ല. ടീച്ചർ ഹസ്ബൻഡിനെയും കൊണ്ട് വന്നു. അതിനുശേഷം നമ്മൾ പല്ലിലൊരു പ്രത്യേക ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. നമ്മളതിനെ ഈ സിർക്കോണിയം ബ്രിഡ്ജൊക്കെ വെച്ചിട്ട് സ്മൈൽ ഡിസൈനിങ് എന്ന് പറയും. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ടീച്ചറിൽ വലിയൊരു മാറ്റം വന്നു. അപ്പോൾ അത് ടീച്ചർ പിന്നെ ഭയങ്കര ചിരിയായി. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കാരണം നമ്മൾ മറ്റുള്ളവരുടെ മുഖത്ത് ചിരി ഉണ്ടാക്കുക എന്ന് പറയുന്നതിനേക്കാൾ വലുത് വേറെ ഒന്നുമില്ലല്ലോ. അങ്ങനെ ഒരുപാട് പേരുടെ, ഈവൻ ഫിലിം ഫീൽഡിലുള്ള പലരും നമ്മുടെ ക്ലിനിക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെയും മൈനർ ചെറിയ കറക്ഷനൊക്കെ ചെയ്ത് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഡോക്ടറിൻ്റെ ആ ചിരിയിൽ തന്നെ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. നല്ല മനോഹരമായ ചിരിയെ മറ്റുള്ളവർക്ക് സമ്മാനിക്കുന്ന ഡോക്ടറായിട്ട് എന്നും തുടരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇനി ഈ ദിവസങ്ങളിൽ കേട്ട ഒരു സന്തോഷ വാർത്തയുണ്ട്. 26 ഡോക്ടേഴ്സ് ഒന്ന് ചേർന്ന് നിങ്ങളൊരു സിനിമയ്ക്ക് രൂപം കൊടുത്തു. അതിനെപ്പറ്റിയും കൂടെ ഒരു ചെറിയ തോതിൽ ശാലോം പ്രേക്ഷകരോട് എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം? അത് ഈ കൊറോണയുടെ സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ അത് പൂർത്തീകരിക്കാൻ പറ്റി എന്നുള്ളതൊന്ന് പറയാമോ? സിനിമ എനിക്ക് പണ്ട് മുതൽ ആഗ്രഹമുള്ളൊരു സംഭവം തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ഈ ദുബായിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു അസോസിയേഷൻ ഉണ്ട്, AKMG എന്ന് പറയും. ഡോക്ടേഴ്സിൻ്റെ മെഡിക്കൽ, ഡെൻ്റൽ എല്ലാം ചേർന്നൊരു അസോസിയേഷനാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് പ്രോഗ്രാംസ് അവർ നടക്കാറുണ്ട്. ഓണം പ്രോഗ്രാംസ്, ക്രിസ്മസ്, എല്ലാത്തിനും ഫെസ്റ്റിവൽസിന് പ്രോഗ്രാംസ് ഉണ്ട്, നാടകങ്ങളുണ്ട്, പാട്ടുകളുണ്ട്. അപ്പം ഞാൻ അവരിൽ പലരിലും ഒരുപാട് കഴിവുള്ള ഡോക്ടേഴ്സിന് ഉണ്ടെന്ന് മനസ്സിലാക്കി. പാട്ട് എഴുതുന്നവരുണ്ട്, പാടുന്നവരുണ്ട്, അഭിനയിക്കുന്നവരുണ്ട്.
അപ്പം ഞങ്ങൾക്കൊരു ഐഡിയ തോന്നി എന്തുകൊണ്ട്, അപ്പം മകനും അത്യാവശ്യം സ്കൂളിൽ അഭിനയിക്കുമായിരുന്നു, അവന് ബെസ്റ്റ് ആക്ടറും ബെസ്റ്റ് പെർഫോമറൊക്കെ ആയിരുന്നു സ്കൂളിൽ. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ടൊരു സിനിമ ചെയ്താൽ എന്താ എന്നൊരാഗ്രഹം മനസ്സിൽ വന്നു. അപ്പോൾ ഈ ഡോക്ടേഴ്സായിട്ടൊക്കെ ഒന്ന് ആലോചിച്ചു. അങ്ങനെ ആലോചിച്ചപ്പോൾ ആദ്യം 8-10 പേരുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് വന്ന് ഏകദേശം 26 ഡോക്ടർമാരിലേക്ക് എത്തി. അവരവരുടെ കോൺട്രിബ്യൂഷൻ, ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ, അഭിനയിച്ചവരുണ്ട്, പാടിയവരുണ്ട്, BGM ചെയ്തവരുണ്ട്, എല്ലാം ഉണ്ട്. പൈസ തന്നവരുണ്ട്. പൈസ തന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും ചേർന്ന് 26 പേര് ചേർന്ന് അവസാനം ഒരു സിനിമ പിറവിയെടുത്തു. ആരും വിചാരിച്ചില്ല അത് റിലീസാവുമെന്ന്. അത് കേരളത്തിൽ റിലീസായി, അതിനുശേഷം UAE റിലീസായി. പേരൂടെ ഒന്ന് പറഞ്ഞേക്കാവോ? ബിയോണ്ട് ദ 7 സീസ് എന്നാണ് സിനിമയുടെ പേര്. ഒരു ഫാൻറ്റസി ടൈപ്പ് ഓഫ് മൂവിയാണ്. അതിപ്പോൾ അടുത്ത ദിവസങ്ങൾ ഓൾ ഇന്ത്യ റിലീസിന് വരുന്നു, ഇനി OTT വരും. അപ്പോൾ വളരെ സന്തോഷകരമായി 26 ഡോക്ടർമാർ ചേർന്ന് 26-ാം തീയതി റിലീസ് ചെയ്തു. അത് വളരെ വളരെ ഹാപ്പി ന്യൂസ് തന്നെയാണ്. ഞങ്ങൾക്കും വളരെ സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിടത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട, ദൈവമാണ് എല്ലാവരുടെയും കലാകാരൻ. സർവ്വ സൃഷ്ടിയെയും പരിപാലിക്കുന്ന ഈ മനോഹരമായി പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവമാണ് ഒന്നാമത്തെ കലാകാരൻ. വിശുദ്ധ തോമസ് അക്യൂനസിൻ്റെ ഒരു വാക്യമുണ്ട്, എല്ലാവരിലും നന്മയുണ്ടെന്ന്, അതിൻ്റെ പൂർണ്ണത ദൈവത്തിലാന്ന് പറഞ്ഞ പോലെ എല്ലാവരിലും പല തരത്തിലുള്ളത്. ചിലർ പാടാൻ, ഡോക്ടർ പറഞ്ഞ പോലെ ചിലർക്ക് പാടാനാണ്, ചിലർക്ക് അത് ചിത്രം വരയ്ക്കാനായിരിക്കും. എന്നാൽ അതിനെ സംയോജിപ്പിച്ച് ഭംഗിയായിട്ട് കൊണ്ടുപോകുക. അവനവൻ ഈ ഭൂമിയിൽ ജീവിച്ചു, കടന്നുപോയി വെറുതെ പോകാതെ അതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ സംഭാവനകൾ ചെയ്യുക എന്നുള്ള ഒരു വലിയ ദൗത്യം കൂടി ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ ഇപ്പം എത്രയോ കലാകാരന്മാരെ ഒന്നിപ്പിക്കാൻ പറ്റി. അപ്പോൾ തീർച്ചയായിട്ടും ഡോക്ടറിൻ്റെ ആ ഉദ്യമം നിങ്ങൾ 26 പേരെയും ഈ സമയം പ്രാർത്ഥനയോടെ ഓർക്കുകയാണ്. കലാരംഗത്തും അതുപോലെ സാംസ്കാരിക രംഗത്തും എല്ലാ മേഖലയിലും നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കുമ്പോൾ അത് ദൈവത്തിന് തന്നെ സന്തോഷമേ ഉള്ളൂ എന്നതിലും ഒരു സംശയവും വേണ്ട. അപ്പോൾ നന്മയ്ക്കായിട്ട്, സമൂഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള നന്മയ്ക്കായിട്ട് നമ്മളത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പപ്പ പറയുകയുണ്ടായി, മോനും ഈ സിനിമയുടെ ഭാഗമായിരുന്നു എന്ന് പറയുകയുണ്ടായി. ആ സിനിമയിൽ അഭിനയിക്കാൻ ഒക്കെ പോയ സമയത്ത് ആദ്യത്തെ പല സ്റ്റേജുകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിനിമ അഭിനയം ആദ്യമായിരിക്കാം. അതിന് എങ്ങനെ അതിനെ കണ്ടു, അല്ലെങ്കിൽ എങ്ങനെ ആ യാത്രയിൽ മോന് മനോഹരമായിട്ട് കൊണ്ടുപോകാൻ പറ്റി? സത്യം പറഞ്ഞാൽ എനിക്ക് ഈ യാത്ര ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇത് ഓരോ കോണിലും കൊണ്ടെടുത്ത സിനിമയാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ 2 വർഷത്തെ ഒരു വെക്കേഷൻ പോലെയായിരുന്നു ഇത്. നന്നായിട്ട് എൻജോയ് ചെയ്തു അല്ലേ? നന്നായിട്ട് എൻജോയ് ചെയ്തു. അഭിനയം ഇഷ്ടപ്പെട്ടോ? അഭിനയത്തിന് ഇഷ്ടമാണ്? അഭിനയം ഇഷ്ടമുണ്ട്. ഞാൻ ചെറുപ്പം തൊട്ട് അഭിനയിക്കുന്നു, ടിക്ടോക്ക് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം ഞങ്ങൾ പോയ സ്ഥലം ഭയങ്കര അഡ്വഞ്ചറസ് ആയിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ കൃപയോടെ ഒന്നും സംഭവിച്ചില്ല. ദൈവത്തിൻ്റെ ഒരു കരുതൽ കാണാനുണ്ട് പറ്റിയല്ലേ? വെരി ഗുഡ്. മോന് ഒത്തിരിയേറെ നല്ല സാധ്യതകൾ ഇനിയും കിട്ടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ യാത്രയെ ഇഷ്ടപ്പെടുകയും ദൈവത്തിൻ്റെ കരുതൽ ആ യാത്രയിലെല്ലാം ഉണ്ടായിരുന്ന ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരു നല്ല മിടുക്കനായ വ്യക്തിയായിട്ട് എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എങ്ങനെയായിരുന്നു ഈ സിനിമയുടെ ഷൂട്ടിങ് സംഭവങ്ങൾ? ഡോക്ടർ അതിനെ എങ്ങനെ കണ്ടു ഒന്ന് പറയാമോ? ഇതിൻ്റെ തുടക്കം 2019 ഞങ്ങളൊരു ചെറിയ ആഡ് എടുത്തിരുന്നു ഞങ്ങളുടെ ക്ലിനിക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ഗ്രൂപ്പുമായിട്ട് പരിചയപ്പെട്ട് അങ്ങനെ ഒരു സിനിമ ചെയ്യാമെന്നുള്ളൊരു ഇതിനകത്തേക്ക് വന്നത്. അപ്പം സ്ക്രിപ്റ്റ് വന്നപ്പം ടൈറ്റസിൻ്റെ ഒരു കസിൻ പുള്ളി ഒരു ത്രെഡ് പറഞ്ഞു. അപ്പം അത് നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് ഡെവലപ്പ് ചെയ്ത്, അപ്പോൾ കൊറോണ സമയമായിരുന്നപ്പോൾ നമുക്ക് ആദ്യം ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് പിന്നെ നമുക്ക് നിർത്തി വെക്കേണ്ടി വന്നു, ലോക്ക്ഡൗൺ വന്നു. അപ്പോൾ 1 വർഷത്തോളം ഷൂട്ടിംഗ് നടന്നില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ സ്ക്രിപ്റ്റ് റീറൈറ്റ് ചെയ്തിട്ടാണ് ഷൂട്ടിംഗ് ചെയ്തത്. കാരണം അത്രയും പേര് വെച്ചിട്ട് നമുക്ക് ഷൂട്ടിംഗ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീണ്ടും സ്ക്രിപ്റ്റ് റീറൈറ്റ് ചെയ്ത് നമ്മൾ ഷൂട്ടിംഗ് കുറേ സെറ്റൊക്കെ ഇടേണ്ടി വന്നു. മൂന്നാറിലും ചാവക്കാടും ആലപ്പുഴയൊക്കെ വെച്ചാണ് ഷൂട്ടിംഗ് ചെയ്തത്. അപ്പോൾ ആ 8 മാസം ഷൂട്ടിങ്ങിന് പോയപ്പോൾ 8 മാസം ഞങ്ങൾ നാട്ടിൽ സ്റ്റക്കായിപ്പോയി. മോൻ്റെ കുറേ ക്ലാസ്സസ് പോയി. പക്ഷെ എന്നാലും അത് നമുക്ക് ഇത്രയും കഷ്ടപ്പാടുണ്ടായെങ്കിലും അതിനൊരു നല്ല ഔട്ട്കം വന്നു എന്നുള്ളത്. നമുക്ക് ഓരോ സ്റ്റെപ്പിലും എനിക്ക് തടസ്സങ്ങളായിരുന്നു. ഏത് ഇതിന് പോയാലും ആദ്യം നമുക്ക് തടസ്സങ്ങളേ വരാറുള്ളൂ. പക്ഷേ അതിനെല്ലാത്തിനും അതിജീവിക്കാനായിട്ട് നമുക്ക് ഓരോ വഴികൾ ദൈവം കാണിച്ചു തരുമായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു മേജർ ഇത്. കാരണം ഇത് എനിക്കൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഈ മൂവി മേക്കിംഗ്. ഞാൻ അതിൻ്റെ കോ ഡയറക്ടറാണ്. ഞങ്ങൾ ലൊക്കേഷൻ കാണാൻ പോയ സമയത്ത് കുറേ തേനീച്ചകൾ വന്ന് അറ്റാക്ക് ചെയ്തു.
അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയി. അങ്ങനെ അതൊരു ഇത് അതുപോലെ തന്നെ ഷൂട്ടിംഗ് സമയത്ത് കുറേ അപകടങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ ഷൂട്ടിംഗ് പല ദിവസവും നിർത്തി വെക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഈ കൊറോണ കാരണം നമുക്ക് ഇൻസ്പെക്ഷൻ വരും, അപ്പോൾ ഇന്ന് നിർത്താൻ പറയും, അങ്ങനെ കുറേ തടസ്സങ്ങൾ. പക്ഷേ അപ്പോഴൊക്കെ നമുക്ക് വേറൊരു അടുത്ത വഴി തുറന്നു കിട്ടുമായിരുന്നു. അപ്പോൾ ഇറ്റ് വാസ് നമുക്കൊരു എന്താ പറയുക അതിജീവനമായിരുന്നു അത് ഓരോ ദിവസവും. അപ്പോൾ ഇറ്റ് വാസ് ഭയങ്കര ഒരു ഇതിനകത്തൂടെ എല്ലാം ദൈവത്തിന്റെ ഒരു മിറക്കിള്, ദൈവം നമ്മളോട് അല്ലേ അത്ഭുതകരമായിട്ട് പരീക്ഷിക്കുന്നതിന്റെ ഒപ്പം തന്നെ നമുക്ക് വഴികളും കാണിച്ചു തരും എന്നുള്ളതിന്റെ ഒരു ഭയങ്കര എക്സാമ്പിൾ ആയിരുന്നു. ലോകം മുഴുവൻ ഒരു പ്രശ്നത്തെ നേരിട്ടപ്പോഴും അതിനിടയിലൂടെ ഇതിനെ നടത്തി നമ്മളെ നയിച്ച് അത് പൂർത്തീകരിക്കാൻ പറ്റി എന്നുള്ളതാണ്. അത് എല്ലാവരുടെയും പ്രാർത്ഥനയും കൊണ്ടായിരുന്നു. കാരണം ഈ ഫുൾ ട്രൂപ്പിന്റെ ഒരു പ്രാർത്ഥനയായിരുന്നു ഇതിന്റെ ഒരു ഔട്ട്കം. ഇപ്പോൾ രണ്ടുപേരുടെയും അനുഭവങ്ങളും നിങ്ങൾ വളർന്ന സാഹചര്യങ്ങളും അതോടൊപ്പം നിങ്ങളുടെ സംഭാവനകളും കലാപരമായ സംഭാവനയെല്ലാം നമ്മൾ കേട്ടു. ഇനി ഒരു 2 ലൈൻ പാട്ട് നമുക്ക് പാടിക്കൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കാം. സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ മാമനാഥനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിരുന്നു. മാമനാഥനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിരുന്നു. വളരെ മനോഹരമായിരിക്കുന്നു. ദൈവം ഇനിയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്നും നല്ല നല്ല കലാസൃഷ്ടികളൊക്കെ ഇനിയും ഉണ്ടാകട്ടെ എന്നും പലരുടെയും മാഞ്ഞുപോയ ചിരികൾ ഇനിയും മുഖത്തുണ്ടാകട്ടെ എന്നുമൊക്കെ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഷാലോം ടിവിയുടെ പ്രേക്ഷകരെ, ഈ കുടുംബം നമ്മളോടൊന്ന് പങ്കുവയ്ക്കുകയായിരുന്നു. അവരുടെ ജീവിതവും അവരുടെ കലാപരമായ കഴിവുകളുമൊക്കെ നമുക്ക് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ദൈവം ദാനമായി നൽകിയ കഴിവുകളെ സമൂഹ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സഭയുടെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടിയൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയൊരു എപ്പിസോഡിൽ കാണും വരെ നന്ദി പ്രാർത്ഥനയോടെ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹത്തിൻ പുതുയാത്ര.